ബസേലിയസ് കോളേജിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വികാരത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതേയില്ല. ഈ കോളേജിന്റെ മണ്ണാണ് പൊതുപ്രവർത്തനത്തിന് എനിക്ക് ആദ്യം തന്നെ പ്രോത്സാഹനം നൽകിയത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിവിടെ ഈ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ ബാബത്തിരുമേനി എന്നോട് ചോദിച്ചു, പഠിച്ച വർഷം ഏതാണെന്ന്. സത്യം പറഞ്ഞാൽ ഗ്രാജുവേഷൻ സിസ്റ്റത്തിനകത്ത് ഈ കോളേജിനകത്താണ് എല്ലാ രംഗത്തും പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. കേരള സർവകലാശാല യൂണിയന്റെ ചെയർമാനായിട്ട് ഈ കോളേജിലെ കൗൺസിലറായിരിക്കുന്ന കാലത്താണ് എന്നെ തെരഞ്ഞെടുത്തത്. അതിനുശേഷം കേരള സർവകലാശാല തന്നെ രണ്ടായി പോയി. ഒന്ന് ഗാന്ധിജിയായി, മറ്റൊന്ന് കേരള സർവകലാശാലയായി തുടർന്നു. ഇവിടെ ഈ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗുണം ഒട്ടും ചെറുതല്ല. അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരെയൊക്കെ ഞാൻ ഓർക്കുകയാണ്. അന്ന് വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും ഒരുമിച്ച് ഒരു മനസ്സായിട്ടാണ് നിന്നിരുന്നത്. അവിടെ വേർതിരിവുകളില്ല, വ്യത്യസ്ത ചിന്തയില്ല. ഈ കോളേജിന്റെ വളർച്ച യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മോൻസ് ആകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട സജീന്ദ്രനാകട്ടെ, നമ്മുടെ ഈ കോളേജ് ഓട്ടോണമസ് കോളേജ് ആക്കിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ആഹ്ലാദം ചെറുതല്ല. അതിനുശേഷം നമുക്ക് അക്രഡിറ്റേഷൻ A++ വരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് നിന്നു. അതിന് നല്ല റിസൾട്ടും ഉണ്ടായി. ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കോളേജുകളുടെ പട്ടികയിൽ ബസേലിയസ് കോളേജ് ഉന്നത സ്ഥാനം നേടി എന്നുള്ളത് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ടായ അഭിമാനം ഒട്ടും ചെറുതല്ല. നമ്മൾ പഠിച്ച കോളേജ് വളരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും വളരുകയാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല, ഒരു മുനിസിപ്പൽ കൗൺസിലറും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ കോളേജിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ ആരൊക്കെയാണ് ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ആളുകൾ അത്യുന്നതമായ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. ആദ്യക്ഷരം കുറിച്ച സ്ഥലത്ത് അത്യുന്നതമായ സ്ഥാനത്തേക്ക് പോകുവാൻ പറ്റുന്ന ഒരു ട്രാൻസിഷൻ നമുക്ക് ഈ വിദ്യാലയത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കോളേജിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ രക്തത്തിന്റെ ഭാഗമാണ്. ഒരക്ഷരം കൂടെ കൂട്ടി പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഭാഗമാണ് ഈ കോളേജ് എന്നുള്ളതാണ് എന്നും ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബി ബസേലിയൻ ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ചതാണ്. ബി ബസേലിയൻ ചെറിയ മാഗസിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ മാഗസിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇന്നിപ്പോ ആ പേര് തന്നെ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. വിദേശത്ത് പോയാലും എവിടെ പോയാലും ബി ബസേലിയൻ എന്ന് പറയുന്നത് ഒരു വലിയ ആദ്യക്ഷരമായിട്ട് നിൽക്കുകയാണ്. അതെല്ലാം നല്ല ഉന്നതമായ രൂപത്തിലേക്ക് പോവുകയാണ്.